മലയാള സിനിമയ്ക്ക് എസ്.എൻ. സ്വാമി എന്ന തിരക്കഥാകൃത്തിലൂടെ ലഭിച്ച ഏറ്റവും നല്ല കുറ്റാന്വേഷണ ചിത്രമായിരുന്നു ഒരു CBI ഡയറിക്കുറിപ്പ്. എന്നാൽ ആ ചിത്രം ഞങ്ങളിലൂടെ വീണ്ടും പുനർജനിക്കുന്നു. ഒരു CBI ഡയറി വെളിപ്പ് റീലോഡഡ്. രമയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ മാറ്റി CBI ഏറ്റെടുത്തു. മിസ്റ്റർ ചാക്കോ, നമ്മൾ ജീവൻ പണയം വെച്ചും ഈ കേസ് തെളിയിക്കും. അല്ലെങ്കിലും പണയം വെക്കാൻ ഇനി ജീവൻ മാത്രമേ ഉള്ളൂ. തന്റെ ഐഡിയ എങ്ങനെയാണ്? ആദ്യം പ്രീപെയ്ഡ് ആയിരുന്നു, ഇപ്പോൾ പോസ്റ്റ്പെയ്ഡ് ആണ്. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്റെ പെണ്ണുമ്പോളെ സംശയമുണ്ട്. തന്റെ വീട്ടിലെ കാര്യമെല്ലാം ചോദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോന്ന്. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല, വേണമെങ്കിൽ സംശയിക്കാം. കമാൺ. നിങ്ങൾ ആരാണ്? ഞാൻ രമണിയുടെ അച്ഛനാണ് സാർ. നിങ്ങൾ? ഞാൻ അനിയത്തിയാണ്. അനിയത്തി അടുത്തേക്ക് നിന്നോളൂ, അച്ഛൻ കുറച്ച് പുറകോട്ട് നിന്നോളൂ. ഈ മരിച്ച രമണി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അതല്ല ഞാൻ ചോദിച്ചത്. ഈ മരിച്ച രമണി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്തിന്? എന്നെ കാണാൻ. തന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നോ? അയ്യോ, എന്നെ ആരും കൊല്ലുന്നു പറഞ്ഞിട്ടില്ല. ഓ എടോ, തന്നെ കൊല്ലണ കാര്യമല്ല പറഞ്ഞത്. ഈ രമണി ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നോ എന്ന്. മരിച്ച രമണിയെ ഇനി ആര് കൊല്ലാനാ? ഈ മരിച്ച രമണിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരെയും ഞങ്ങൾക്ക് ചോദ്യം അയ്യോ, എന്റെ ചെയ്തേ പൊന്നു സാറേ, അവൾ അത്ര കാര്യമല്ല. ഈ രമണി എങ്ങനെയാണ് മരിച്ചത്? മോളെയും താഴേക്ക് വീണ്. പിന്നെ താഴേന്ന് മുകളിലേക്ക് വീണ് മരിക്കാൻ പറ്റും? അപ്പോൾ ഇപ്പോഴും CBI കൂടെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഭർത്താവിന് എന്തായിരുന്നു ജോലി? കോൺട്രാക്ടർ ആയിരുന്നു സാറേ. അസിസ്റ്റന്റ്, നോട്ട് ദാറ്റ് ദ പോയിന്റ്. ഈ കോൺട്രാക്ടർ എങ്ങനെ എഴുതും? കോണിട്ടിട്ട് ഒരു ട്രാക്ടർ പടം വരച്ചാൽ മതി. ഈ മരിച്ച രമണിയെ ഭർത്താവ് പീഡിപ്പിക്കാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നോട്ട് ദാറ്റ് ദ പോയിന്റ്. പീഡിപ്പിച്ചു. പീഡിപ്പിക്കുന്നതിന് രണ്ട് പായാണ്, അത് ഒരു പായ. ഒരു പാരിട്ട് പീഡിപ്പിക്കാൻ പറ്റും ആണല്ലേ? അപ്പോൾ രമണി എവിടെയാണ് മരിച്ചു കിടന്നത്? അയ്യോ, ഇവിടെയല്ല, ഭർത്താവിന്റെ വീട്ടില് മരിച്ചു കിടന്നു. എങ്കിലും നേരത്തെ പറയണ്ടേ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. കമോൺ. മിസ്റ്റർ ചാക്കോ, അന്വേഷണം ത്രിസന്ധി സമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ് സാർ. മിസ്റ്റർ, നിങ്ങളല്ലേ മരിച്ച രമണിയുടെ ആങ്ങളാ? എന്റെ പെങ്ങളാണ് സാർ രമണി. അത് തന്നെ മിസ്റ്റർ ഞാനും ചോദിച്ചത്. ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേലക്കാരി ഉണ്ട് സാർ. വേലക്കാരത്തിയാണല്ലേ? വേലക്കാരത്തിയാണല്ലേന്ന്? അതെ. ഈ രമണിയെ ഭർത്താവ് സ്ഥിരമായിട്ട് തല്ലാറുണ്ടോ? ഈ രമണിയെ ഭർത്താവ് സ്ഥിരമായിട്ട് തല്ലാറുണ്ടോന്ന്? വല്ലപ്പോഴും അവള് കുത്താൻ വരും. പിന്നെ പിണ്ണാക്കും കാടുവെള്ളം കൊടുത്താ മതി, പെരിങ്ങിക്കോളും. ഈ രമണി മരിച്ചതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ? രമണിയെ മരിച്ചതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ എന്ന്? ഞാൻ ചെന്നപ്പോഴേക്കും കറവ തീർന്നു പോയി സാറേ. പിന്നെ ഒരു ഇത്തിരി പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതിന്റെ ചായയത്. ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നു? ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നോന്ന്? അങ്ങനെ എല്ലാരും കറക്കാൻ ചെന്നാ സമ്മതിക്കല. പരമ ഒന്ന് കറന്നാ നിന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ കവറുപാല് മേടിച്ച് ചായ ഉണ്ടാക്കും. അമ്മച്ചി പോയിക്കോ. അപ്പൊ നമ്മൾ കവറുപാലിലേക്ക്. അതെ, കവറുപാല. നമ്മുടെ കേസ് അവസാനിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് 2 പന്നി വേണം. പന്നിയാ? അല്ല, 2 ഡെമ്മി വേണം. 2 ഡെമ്മി ഉണ്ടാവൂല. പിന്നെ ഒറ്റ ഡെമ്മി? ഒറ്റ ഡെമ്മി ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച രമണിക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? മരിച്ച രമണിക്ക് 85 കിലോയാണ് നോട്ട് ദി പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. 85 കിലോസ്. 85 കിലോ. അങ്ങനെയാണെങ്കിൽ 85 കിലോ ഉള്ള ഒരു ബാഗ് കിട്ടിയാൽ മതി. നമ്മൾ ആ ബാഗുമായിട്ട് മോളിൽ കയറുന്നു. മോളിൽ നിന്ന് ആദ്യമായി നമ്മൾ ബാഗ് ഇടുന്നത് രമണി ആരെങ്കിലും തള്ളിയിട്ട് കൊന്നാണോന്ന്. രണ്ടാമത് നമ്മൾ ബാഗ് ഇടുന്നത് രമണി ചാടി ചത്തതാണോന്ന്. ഓക്കെ, കമോൺ. മിസ്റ്റർ ചാക്കോ. യെസ് സാർ. പെട്ടി റെഡിയല്ലേ? ഒരു മരപ്പെട്ടി റെഡിയാണ് സാർ. മരപ്പെട്ടിയോ? മരപ്പെട്ടിയല്ല സാർ, മരപ്പെട്ടി. ആ പെട്ടിക്ക് രമണിയുടെ വെയിറ്റുമായിട്ട് സെയിം വെയിറ്റ് അല്ലേ? അതെ സാർ, 85 കിലോ. എങ്കിൽ ആ പെട്ടി എത്രയും പെട്ടെന്ന് താഴേക്കിടൂ. സാർ, ഇതിന്റെ മുകളിൽ ഭയങ്കര ഇരുട്ടാണ് സാർ. അനുഭവത്തിന്റെ വെളിച്ചമില്ലേ? ഉണ്ട് സാർ. എങ്കിൽ ആ പെട്ടി സഡൻ ആയിട്ട് ഇടൂ. റെഡി, 1 2 3. പോയല്ലോ, പയറ് പോലെ ഓടി നടന്ന മനുഷ്യനാ ചേട്ടാ, നമ്മുടെ അച്ഛൻ പോയല്ലോ. കണ്ടോ, ഇത് കണ്ടോ? ഇപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? രമണി ആരും ഉന്തിട്ട് കൊന്നതല്ല, അവൾ സ്വയം ചാടി ചത്തതാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. മുകളിൽ നിന്ന് പെട്ടിയിട്ട് ഇതിനെ കൊന്നതിന് ആര് സമാധാനം പറയും? അത് വേറെ CBI തെളിയിക്കും. ചാക്കോ, കമോൺ. കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണല്ലോ പറയാറുള്ളത്. ഇദ്ദേഹത്തിന്റെ മോളുടെ കല്യാണം സ്വർഗം ഓഡിറ്റോറിയത്തിൽ വെച്ചെങ്കിലും നടന്നാൽ മതിയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ
ഒരു കല്യാണം നടത്തണമെങ്കിൽ എവിടെ മുതൽ ചെലവ് ചുരുക്കേണ്ടി വരും? ആരൊക്കെ കല്യാണം വിളിക്കേണ്ടി വരും? ഇനി ആരെയൊക്കെ കല്യാണം വിളിക്കാനുള്ളത്? രാധാകൃഷ്ണൻ, സുധാകരൻ, തങ്കപ്പൻ. ഓ, പ്രഭാകരൻ. അവനെ വിളിച്ചിട്ടില്ല. അവൻ എന്നെ കല്യാണം വിളിച്ചതാ. വിടാൻ പാടില്ല അവനെ. ആഹാ. ആ പ്രഭാകര, ഞാൻ നിന്നൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാലോ. അടുത്ത മാസം 28-ാം തീയതി 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ, അല്ല മുഹൂർത്തത്തില് എന്റെ മോളുടെ വിവാഹമാണ്. അപ്പൊ കാലയെ കൂട്ടി വന്നേക്കണം. എന്ത് കാലിനെ കൂട്ടി? കാലിനെ കൂട്ടിയല്ല, കാലയെ കൂട്ടി അങ്ങോട്ട് വന്നേക്കണം. ഓ ആയിക്കോട്ടെ. അതെ, ചെറുക്കൻ എവിടെന്നാ? ചെക്കനെങ്കിൽ ഇറാഖിലാ ജോലി. ഇറാഖിന്നവൻ തലേന്നേ വരൂ. ഇറാഖിലായതുകൊണ്ട് ഇപ്പൊ തലയില്ലാതെയും വരാം. കരുനാക്ക് വിളിച്ചൊന്നും പറയാതറ. അവരെന്താ ചോദിച്ചേക്കണേ? സ്ത്രീധനം? അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്നേ. അവർക്ക് പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ പെണ്ണാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ചെക്കൻ പെണ്ണിന്റെ കഴുത്തി താലി കെട്ടണമെങ്കിൽ 101 പവനും ഒരു കാറും മസ്റ്റാണ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൂട്ടിക്കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും. അല്ല, അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ഇറാഖിലോട്ട് പോകും. അപ്പോ മറക്കരുത്, വരണം. പിന്നൊരു കാര്യം, അല്ലല്ല, അവിടെ വേണ്ടെങ്കിൽ വേണ്ട. പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ ഒരു കവറിനകത്തിട്ട് ഒരു 500-ന്റെ പെടക്കയുടെ നോട്ട് തന്നിരുന്നു. ഓർമ്മയുണ്ട്. അപ്പൊ ഈ 1000-ന്റെ നോട്ട് ഇറങ്ങിയെന്ന് പറയാനുണ്ട്. ഞാനാണ് ഈ സാധനോട്ട് കണ്ടിട്ടുമില്ല. നീയതപ്പ എന്നെ കാണിക്കുന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ വിശ്വാസം നീ തകർക്കരുത്. ഇല്ല, അപ്പൊ 1000-ത്തിനൊരു തീരുമാനമായി. വിശ്വാസം അതല്ലേ എല്ലാം. തോമസേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അറിയോ, അടുത്ത മാസം 28-ാം തീയതി കല്യാണം. അതെ, കല്യാണമാണ്. അപ്പൊ ദയവേത് ആ ഏരിയയിലേക്ക് വരാൻ നിൽക്കരുത്. ഈ ഓസിക്ക് വന്ന് നിന്നിട്ട് പോണ ചില തെറ്റുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായല്ലോ? എന്റെ മോളെ, എന്താച്ചാ? ഇത്തിരി വെള്ളം എടുത്തോ. അച്ചാർ വേണോ? എടി പിശാച, മദ്യമല്ല പറഞ്ഞത്, കുടിക്കാൻ ഇത്തിരി പച്ചവെള്ളം എടുക്കാനാ പറഞ്ഞത്. എന്റെ അമ്മോ, മസിലൊക്കെ അങ്ങോട്ട് വെട്ടിക്കയറണം. എല്ലാരും കല്യാണം വിളിച്ചു കഴിഞ്ഞോ? എല്ലാരെയും വിളിച്ചു. ഒരു കണക്കിന് കല്യാണം എന്ന് പറഞ്ഞ പണ്ടാര ഇല്ലാണ്ടിരിക്കുക നല്ലത്. അല്ലെങ്കിൽ നടന്ന് തന്തമാരുടെ ഊപ്പാടളവും. അതെ, ആ കലവർക്കാരൻ സ്വാമി വന്നായിരുന്നു. ഞാനൊരു ആസാമ്യം കണ്ടില്ല. ഇനി അയാളെ എടുപ്പിത്തപ്പാനേട്ടാ. ഈശ്വര, ആള് വന്നിട്ടല്ലോ. പറഞ്ഞു തീർന്നില്ല, സ്വാമി എത്തി. അപ്പോ കാര്യങ്ങളൊക്കെ അവിടെ വരെയായി. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. കാര്യങ്ങളൊക്കെ എവിടം വരെയായി? കല്യാണം വീട്ടുമുറ്റത്തങ്ങ് എത്തി നിൽക്കുകയാണ്. ഇനി കലവറയുടെയും സദ്യയുടെയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ശരിക്ക് ചെലവ് ചുരുക്കി ഇതങ്ങ് നടത്തിയാൽ മതി. ഇതാരാ ഭാര്യ? ഇതാണ് മോള്. ചെറുപ്പത്തിലെ കണ്ടാണ്, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല. പെണ്ണുമുള്ള എന്തേ പോയി? ആരൊപ്പം? ആരൊപ്പം അല്ല, ചന്ത പോയെന്ന് പറഞ്ഞാണ്. അപ്പൊ ചെലവ് ചുരുക്കല്ലേ? മോളെ, ഒരു കാര്യം ചെയ്യും, കുറച്ച് ചായയും കുറച്ച് കടിയും കിട്ടോ. ഇഡലി മതിയോ? അത് മതി. ഇങ്ങോട്ട് വന്നേ. അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴേ നിങ്ങൾ ഈ പായസം ഏതാ ഉദ്ദേശിക്കണേ? പായസം ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് പാലടയാണ്. ആണോ? പാലട ഉദ്ദേശിച്ച ചെലവ് ചുരുക്കൽ നടക്കൂല. നമുക്ക് അരിപ്പായസം ആക്കാം. അതാകുമ്പോ 2 രൂപയ്ക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും. അത് മേടിച്ച് വേവിച്ച് അതിനകത്ത് തല്ലിപ്പൊട്ടി ശർക്കര കിട്ടും കൊടുത്താണ്ടല്ല, അരിപ്പായസമായി. പിന്നെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പാറ് തൊടുകറിയായിട്ട് അങ്ങോട്ട് വിളമ്പാ. അപ്പൊ തൊടുകറിക്ക് എന്ത് ചെയ്യും? അതില്ലെന്ന് പറഞ്ഞാ പോരെ. പിന്നെ അതേപോലെ തന്നെ ചോറ് ചോദിക്കുന്നവര് ചോറ് വിളമ്പാൻ നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് ചോറ് ചോദിക്കുന്നവരെ പരിസരത്തേക്ക് ചെല്ലുകയും ചെയ്യരുത്, അവരെ മൈൻഡ് ചെയ്യുകയും ചെയ്യരുത്. മനസ്സിലായ? നമുക്ക് ഈ കല്യാണം ഗുഹയാക്കിയാലോ? എന്ത്? ഈ ഗുഹ ഇങ്ങനെ ഈ കയ്യിലിങ്ങനെ തിന്നോണ്ട് പോകില്ലേ? ഓ എടോ പിള്ളേക്കകത്ത് ഗുഹയല്ല, ബൊഫേ. ആ കാഫേ. പിന്നെ നമുക്ക് കലവറ എവിടെ ഉണ്ടാക്കണം തീരുമാനിക്കാം. എന്നാ വാ, അവിടെ നമ്മുടെ പറമ്പിൽ പോവാ. സ്ഥലം അങ്ങോട്ട് കാണിച്ചു തന്നോളൂ. ഇങ്ങോട്ട് വന്നേ. ഇവിടെ എവിടെയാണ് കലവറ ശരിയാക്കേണ്ടത്? ഇത് സ്ഥലം കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ചെയ്യാം. അതാവുമ്പോ ഓടി ഇറന്ന് പണിയെടുക്കാം. അവിടെ നോക്കണം. അപ്പൊ ഈ കല്യാണത്തിന് സദ്യക്ക് ഒരു 300 പേര് ഇങ്ങോട്ട് വരും. 300 എന്ന് പറയുമ്പോ നമുക്കൊരു 400 പേര് ഊണ് വെക്കേണ്ടി വരും. ഈ 300 പേരെന്ന് പറയുമ്പോ എന്തിനാ 400 പേരുടെ ഊണ് ഉണ്ടാക്കണത്? എന്റെ പുള്ളേച്ച 300 എന്ന് പറയുമ്പോ 350 പേരുടെ ഊണ് വെക്കണോ? മതി. പിന്നെ 50 പേരാരാണ്? 50 പേരുടെ പണിക്കാര്, 49 പെണ്ണുങ്ങളും ഒരാണും. ഇവിടെ പോലീസ് റെയ്ഡ് നടക്കുമോ? ദൈവമേ, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണേ. പിന്നെ ഈ സാമിയെ പറ്റി ചില പരാതി കിട്ടിയായിരുന്നു.
ആരുടെ? നമ്മുടെ പുന്നന്തോട്ടത്തെ കല്യാണത്തിന് സദ്യക്ക് സാമ്പാറിനകത്ത് മുട്ടത്തൊണ്ട് കണ്ടെന്നോ എന്തൊക്കെ കേട്ടായിരുന്നു. അത് വെറുതെ പറഞ്ഞ മുട്ടത്തൊണ്ട് കണ്ടതല്ല. സാമ്പാർ വെക്കണൊക്കെ നമ്മളാണ്. ഈ രാവും പകലും ഇല്ലാതെ ഓടിയിടന്ന് പണിയെടുക്കണല്ലേ. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി സാമ്പാർ വെച്ചുകൊണ്ടിരുന്നപ്പോ സാമ്പാറിനകത്തേക്ക് ഒരു 5-6 താറാമുട്ട ഞാൻ എടുത്തിട്ടായിരുന്നു പുഴുങ്ങി തിന്നാൻ വേണ്ടി. ഞാനാണെങ്കിൽ അത് മറന്നും പോയി. സാമ്പാറുകളൊക്കെ ഇപ്പൊ ഈ സാധനം പൊട്ടിയും പോയി. അപ്പൊ മുട്ട പൊട്ടി അതിനകത്ത് വീഴുകയും ചെയ്തു, മുട്ടത്തൊണ്ടൊക്കെ അതിനകത്ത് കിടക്കുകയും ചെയ്തു. അപ്പൊ ഞാനും ആലോചിച്ച് എന്തായാലും ഇത്തിരി കൊഴുപ്പ് കൂടിക്കോട്ടെയായിരുന്നു. അതിനിപ്പോ അവര് പറഞ്ഞെന്താന്നറിയോ, മുട്ടത്തൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടിരുന്നത്. മുട്ടയുടെ കാര്യം ആരും പറയുന്നില്ല. അപ്പൊ സാമ്പാർ അവസാനം മുട്ടാറായി മാറി. അത് മാത്രമൊന്നുള്ള പരാതി ഞാൻ വേറെ കേട്ടായിരുന്നു. ആ സർലയുടെ കാര്യമായിരിക്കും പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്. ഈശ്വര, അതുകൊണ്ടായില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ രാഘവന്റെ വീട്ടിലെ സദ്യക്ക് കാളന്റെ അകത്ത് എലി എത്തുകിടന്നു പറഞ്ഞു. ആരാ പറഞ്ഞ? ഇതൊക്കെ വെറുതെ പറഞ്ഞ. സത്യത്തിൽ ഈ സംഭവം ഞാൻ എടുത്തിട്ടൊന്നും അല്ലാത്. അതായത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ മുകളിൽ ഒരു എലി ഇരിക്കണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു പൂച്ച വന്നത്. പൂച്ചേനെ കാണലും എലി ഓടാൻ ശ്രമിച്ചതാണ്. കാല് സ്ലിപ്പായിട്ട് നേരെ സാമ്പാറിലേക്ക് വന്നുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോലെ ഇപ്പൊ അവര് പറയണേ. പാവ എലി. കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി സംസാരിക്കാറുണ്ടല്ലോ. അതെ സ്വാമി, ഈ കല്യാണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? മോളുടെ കൂട്ടുകാരത്തിൽ ആരെങ്കിലും വരണ്ട? 2 പേര് വരാറുണ്ട്. ആണല്ലേ? അവരെങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ? നോണാണ്. നോൺ വെജാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. ഡോൾഫിൻ കൊടമ്പുളി ഇട്ട് വെച്ചു. കൊടമ്പുളിട്ട് വെക്കണം? ഞാനിതുവരെ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ചെയ്തു നോക്കാന്നേ. ആയിക്കോട്ടെ. അപ്പൊ കല്യാണത്തിന് മൊത്തം 300 പേരാണല്ലോ വരുന്നത്. അപ്പൊ ഒരു 100 പറ അരിയുടെ ചോറ് മതിയാവോ? പിന്നെ മതിയാവും. ചിലപ്പോ ഇനി പോരാണ്ട് വരുമോ? ചിലപ്പോ പോരാതെ വരും. പോരാതെ വരും. അതെ, നമുക്കൊരു 2 കൊല പഴം മേടിച്ചാൽ മതിയാവോ? പിന്നെ 2 പോരെ? 2 മതി. പോരാണ്ട് വരുമോ? ചിലപ്പോ വരും. പോരാണ്ട് വരും. മതിയാവുന്നേ. പിന്നെ അല്ലാണ്ട് അതുപോലെ എന്തിനുള്ളത് ഗുണം മേടിച്ചു നോക്കണേ? ഈ 300 പേരെന്ന് പറയുമ്പോൾ നമുക്കൊരു 600 പപ്പടം വേണ്ടി വരില്ലേ? പിന്നെ 600 പപ്പടം പോരെ? അത് മതി. 600 പപ്പടം മതിയാവോ? ചിലപ്പോ പോരാതെ വരും. പോരാതെ വരും. ചിലപ്പോ പോരാണ്ടങ്ങ വരുമോ? നമ്മൾ ഈ പായസം 100 ലിറ്ററാ പറഞ്ഞിരിക്കുന്നത്. ഈ 100 ലിറ്റർ മതിയാവോ? അത് മതി. അത് മതിയാവും. ഇനി പോരാണ്ടങ്ങ വരുമോ? അയ്യോ, പോരാതെ വരും. ചിലപ്പോ പോരാതെ വരും. ഞാനെന്ത് പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങോട്ട് പറയണത് മാങ്ങാത്തിനാണ്. അത് കൊള്ളാലോ പുള്ളേച്ച. എടോ, തന്റെ മോളുടെ കല്യാണത്തിന് എന്തുണ്ടാക്കണമെന്ന് താൻ തീരുമാനിക്കണം. ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, പുള്ളേച്ചനല്ലേ? അല്ല പിന്നെ